ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഓണച്ചിത്രങ്ങളിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ലോക. ചിത്രം 7-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയോടെ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 6-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 5 കോടി 40 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ആദ്യ 6 ദിവസം കൊണ്ട് 27 കോടി രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ നിന്ന് 5 കോടി 3 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാന കളക്ഷനായി 6 ദിവസം കൊണ്ട് 5 കോടി 55 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 6 ദിവസം കൊണ്ട് 6 കോടി 5 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടി 12 ലക്ഷം ഉൾപ്പെടെ 45 കോടി 75 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. GCC ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് 48 കോടി രൂപ 6 ദിവസം കൊണ്ട് സ്വന്തമാക്കി 93 കോടി 75 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 6 ദിവസം കൊണ്ട് നേടിയെടുത്തിരുന്നത്. ഇനി 7-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് വമ്പൻ തരംഗമാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. 3 കോടി 29 ലക്ഷം രൂപയാണ് ഇന്നത്തെ മാത്രം പ്രീ സെയിൽ കളക്ഷൻ. അപ്പോൾ ഇക്കഴിഞ്ഞ 6 ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ കേരളത്തിൽ ഇന്ന് നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് 5 കോടി 50 ലക്ഷം മുതൽ 6 കോടി റേഞ്ചിൽ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14-15 കോടി റേഞ്ചിലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു വാരത്തോടെ തന്നെ ഈ സിനിമ 200 കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ 1ന്റെ ബഡ്ജറ്റ് 31 കോടി രൂപയാണ്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമ 6-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1 കോടി 92 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 6 ദിവസം കൊണ്ട് 15 കോടി 37 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 6 ദിവസം കൊണ്ട് കർണാടകയിൽ 1 കോടി 37 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 6 ദിവസം കൊണ്ട് 17 ലക്ഷം രൂപയും തമിഴ്നാട് കളക്ഷനായി 82 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 7 ലക്ഷം ഉൾപ്പെടെ 18 കോടി 80 ലക്ഷം രൂപയാണ് ആദ്യ 6 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. അതേസമയം GCC ഓവർസീസ് രാജ്യങ്ങളിൽ നിന്നായി 6 ദിവസം കൊണ്ട് 22 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ 40 കോടി 80 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. 7-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ കേരളത്തിൽ 79 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 16 കോടി 80 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 44 കോടി റേഞ്ചിലുമാണ്. ഹൃദയപൂർവ്വം എന്ന ഈ മോഹൻലാൽ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 25 കോടി രൂപയാണ്. ഫഹദ് ഫാസിൽ നായകനായി അൽത്താഫ് സലീം തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 ഓണം റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഓണം റിലീസ് ചിത്രങ്ങളിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 13,85,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 78 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടി 70 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓണം റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ കൂടിയാണ് ഓടും കുതിര ചാടും കുതിര. 32 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ഓണം റിലീസ് ചിത്രങ്ങളിൽ ഞരങ്ങി മുന്നോട്ട് പോകുന്ന മറ്റൊരു സിനിമ മേനെ പ്യാർ കിയ ആണ്. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഋതു ഹാറൂൺ, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 2,45,000 രൂപയാണ് കളക്ട് ചെയ്തത്. 5 ദിവസം കൊണ്ട് 38 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും 6 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.